ലെറ്റർ എഴുതുമ്പോ അതിനു മുമ്പ് എങ്ങനെ എഴുതും ശ്രീന്ന്? അതെ. വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ ചെറുമത്സ്യത്തെ ജീവനോടെ ചാലിച്ച് 8 കരിക്കും വെള്ളവും ചേർത്ത് കുറുക്കി ധൂമകേതു ചാലിച്ച് 12 നാൾ തുടർച്ചയായി തടവണം. ധൂമകേതു, കരിക്കും വെള്ളം, പശുവും പാൽ, ജീവനുള്ള മീൻ, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കാൻ. എടാ ഭയങ്കരന്മാരെ, കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കണ്. പിടിച്ചു പിടിച്ചു. വേദനിപ്പിക്കരുത്. അഹിംസ. ഒരു ചണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ. അപ്പൊ ജീവനില്ലല്ലോ. ഓ പിടി പിടി പിടി. അപ്പൊ മീൻ റെഡി. ഇനി സുഭാഷിണി, ഒരു മരുന്നിനാ വെള്ളം ചേർക്കാത്ത പാല് വേണം, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ മിന്മേന്ന് വാങ്ങിച്ചേനെ. പശുവിന് പകരം നീ കാളയിൽ ഫിറ്റ് ചെയ്താടാ. വലിച്ചിട്ട് കിട്ടാത്തോണ്ട് പറഞ്ഞ ആഞ്ഞു വലി. കണ്ടാ, തമിഴ്നാട്ടിൽ നിന്ന് പാല് കേരളത്തിലേക്ക് ഒഴുകണ കണ്ടാ. പച്ചവെള്ളം ഒഴിച്ച് കേരള പാലാക്കട്ടെ. വേണ്ട വേണ്ട, തനിപ്പാലാ വേണ്ടത്. പിടിച്ച ഗ്ലാസ്. സുഭാഷിണി കുടിക്ക്. എപ്പോഴാ ഒരു ഓർമ്മയുള്ളൂ. அப்படியா சமாச்சாரம்? இருங்கடா வர்றேன். ഒന്ന് വലിച്ചേ, നീ ആഞ്ഞു വലി. വലി വലിച്ചു കുടിച്ചോടാ. എന്താ ഒരു കളർ വ്യത്യാസം? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. മതി. ടേസ്റ്റ് ചെയ്തേ. കട്ടൻ ചായ കടുപ്പം കുറച്ച് കൂടുതല. എനിക്ക് പാലൊഴിച്ച് കുടിക്കണ ഇഷ്ടം. കൂട്ടുകുഴമ്പ്, മീൻ പാലിട്ട് കരിക്കുമ്പോൾ ധൂമകതൊക്കെ റെഡി. തൂങ്ങിച്ചാകാനുള്ള കയറും റെഡി. തൂങ്ങിച്ചാവാനാ? അല്ല ചവിട്ടി തിരുമാനുള്ള കയറും റെഡി. ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ. ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത്? അവനല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടത്. ഓ, അവനാണല്ലേ. അവനെവിടെ? ദിനേശാ, ദിനേശാ. വാസുവേട്ടാ, എന്താടാ? ഒന്ന് നുള്ളിക്കേ. ഉള്ളാനാ? ഉള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. നിന്നോട് ആരാടാ ഇപ്പൊ സ്വപ്നം കാണാൻ പറഞ്ഞത്? പ്ലീസ് വാസുവേട്ടാ, ഒന്ന് നുള്ളിക്കേ. ശരി, നുള്ളി ഉണർത്തുന്നതിനേക്കാൾ നല്ലത് തലക്കിട്ടൊന്ന് തരുന്നതാ. സ്വപ്നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുവേട്ടൻ നോക്കി. വല്ലഭ, എനിക്കും ഒരു സംശയം. സ്വപ്നാണോന്നല്ലേ? അതെ. അതിനെന്തിനാ സംശയിക്കുന്നത്? സംശയം ഞാൻ ഇപ്പൊ തീർത്തു തരാം. വല്ലഭ, എന്തോ സംശയത്തിൽ ആ എന്താണ് കേരളവും തമിഴ്നാടും തമ്മിലൊരു ലയനം? ഏതായാലും അരികൊടുത്തവന്മാർ സമ്മതിക്കണം. ഇപ്പൊ 2 കാലം മുമ്പോട്ട് മറക്കാം, പുറകോട്ട് മറക്കാം. രാവിലെ അവന്മാർ കുഴമ്പും മരുന്നൊക്കെ ശരിയാക്കണ കണ്ട് യാതൊരു കാര്യമില്ല. മിക്കവാറും നമ്മളവിടെ ചെല്ലുമ്പോ മൂക്കി പഞ്ഞിയും വെച്ച് കിടപ്പുണ്ടാവും. അപ്പൊ സമയത്ത് ആംബുലൻസ് ഏർപ്പാട് ചെയ്യാനല്ലേ? ഏത് ആംബുലൻസ്? എങ്കാവത് കുഴിച്ചിട്ടാ പോതും. വെറുതെ കാശ് കളഞ്ഞില്ല. ഞാൻ ദേവസ്ഥാനത്തെ സ്പൈ ആണെന്നുള്ള കാര്യം അവന്മാർക്ക് ഇതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഈ സിരകളിലോടുന്ന വ്യാധിച്ചാരമാണ് എന്റെ മരണം വരെ. എന്താ ഇവിടെ നിന്ന് കളഞ്ഞു? എവിടെയോ ഒരു തകരാറ് പറ്റി. ഇதை காட்டுறதுக்கு நீ என்ன கூட்டி வந்த? இப்ப பாண்டு கட்டி எல்லா இடத்துலயும் இங்க புறப்படு. இல்லங்க நின்று சமாளிக்க விட குளிச்சு போடாட்டி வரீங்க. കഥ മാറി.